ദ ജേർണലിസ്റ്റിലേക്ക് ഇനി സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആര് ആർജവത്തോടെ വാദിക്കും? രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റോടുകൂടി പൊതുസമൂഹത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണത്. സംഗതി ശരിയാണ്, രാഹുൽ ഈശ്വർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും സജീവമായി വാദിക്കാൻ, പോയിന്റുകൾ നിരത്താൻ. ആ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സൈബർ ഇടത്തിലും ചാനൽ ചർച്ചകളിലുമൊക്കെ CPM-ഉം സർക്കാരുമൊക്കെ നേരിട്ടിരുന്നൊരു വലിയ വിപത്ത് ഒഴിവായിരിക്കുകയാണ്. അവർക്കതിന് വലിയ ആശ്വാസമുണ്ടാകും. ഒപ്പം അതിജീവിതയ്ക്കൊപ്പം, ഇരയ്ക്കൊപ്പം, പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കൊപ്പം ഈ സർക്കാർ ഏതറ്റം വരെയും ഉറച്ച ബോധ്യത്തോടെ കൂടെയുണ്ടാകുമെന്ന സന്ദേശവും സർക്കാരിനും CPM-നും വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഈ അറസ്റ്റ് കാരണമാകുന്നുണ്ട്. അത്രയും നിശ്ചയദാർഢ്യത്തോടെയാണ് പോലീസും സർക്കാരും രാഹുൽ ഈശ്വറിനെതിരെ നീങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് രാഹുൽ ഈശ്വറിനെ പൂട്ടുക, അകത്തിടുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് സർക്കാരും പോലീസും തീരുമാനിച്ചിരുന്നു. അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ അത്രയും വേഗത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. അതൊരു പക്ഷേ രാഹുൽ ഈശ്വറിനെ ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു എന്ന് പറഞ്ഞാലും അധികമാകില്ല. കാരണം പോലീസ് വീട്ടിൽ വന്നപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനായിട്ടാണ്, ഞാൻ തിരിച്ചു വരും, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഉറപ്പായും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് രാഹുൽ ഈശ്വറിനെ കൊണ്ട് തെളിവെടുക്കുന്നു, രാഹുൽ ഈശ്വറിനെതിരെ ഓരോരോ വകുപ്പുകൾ ചുമത്തു. ഏറ്റവും ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പായി ഇരയെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചു എന്നൊരു വകുപ്പും കൂടി അങ്ങ് ഇട്ടു. ഇതോടുകൂടി രാഹുൽ ഈശ്വറിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒന്നൊന്നായി അടയുകയാണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി. പക്ഷേ അപ്പോഴും രാഹുൽ ഈശ്വർ ചെയ്തത് തനിക്കുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം ആവർത്തിക്കുമെന്ന് ചാനലുകളിലൂടെ വിളിച്ചു പറയുകയായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് രാഹുൽ ഈശ്വർ എന്താ പറഞ്ഞത്? ഞാൻ ഇനിയും മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചെയ്ത വീഡിയോകളിലാണ് ഇരയ്ക്കെതിരായ അധിക്ഷേപ പരാമർശം ഉള്ളത് എന്നാണ് പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ കുറ്റം ഇനിയും ആവർത്തിക്കുമെന്ന് രാഹുൽ പറഞ്ഞു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ അങ്ങനെ ഒരു നറേഷൻ കൊടുക്കാൻ പോലീസിന്, പ്രോസിക്യൂഷന് സാധിക്കും. അതാണ് രാഹുലിന് പറ്റിയ ഏറ്റവും വലിയ കുരുക്ക്. എന്തായാലും രാഹുൽ ഈശ്വർ അറസ്റ്റിലായതോടെ സ്വിച്ചിട്ട പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന സകലരും സോഷ്യൽ മീഡിയയിൽ ആ ഇടപെടലുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കമൻറ്റുകളായിരുന്നു, പ്രതികരണങ്ങളായിരുന്നു വന്നിരുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റോടെ രാഹുൽ ഈശ്വറിന് പിന്തുണയർപ്പിച്ച് ഉള്ള പോസ്റ്റുകൾ പോലും കാണുന്നില്ല. സകല ആളുകളും നിശബ്ദരായിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഭയം വന്നിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ പോലും ഇങ്ങനൊരു അറസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പോലീസ് നടപടി രാഹുൽ ഈശ്വർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാഹുൽ ഈശ്വർ അങ്ങനെയാണ്, അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് അത്തരം ഇടപെടലുകളിലൂടെയാണ്. ഒരുപക്ഷെ കോടതിയിൽ ആളൂർ വക്കീലായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു പബ്ലിസിറ്റിയാണ് രാഹുൽ ഈശ്വർ ആഗ്രഹിച്ചിരുന്നത്. അത്തരം വിഷയങ്ങൾ ഡീൽ ചെയ്യാനാണ് അയാൾ ശ്രമിച്ചിരുന്നത്. അതിനൊക്കെ പിന്നിൽ പുരുഷ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ കേരളത്തിൽ വേണം എന്ന രാഹുൽ ഈശ്വറിൻ്റെ സ്വപ്ന പദ്ധതിയുമാണ്, അത് അയാൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിസിറ്റി കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു രാഹുൽ നടത്തിക്കൊണ്ടിരുന്നത് ഇതുവരെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ അടപടലം പാളിയിരിക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങൾ മുഴുവൻ, രാഹുൽ ഈശ്വർ എന്തായാലും ജയിലിൽ പോകാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ജാമ്യ ഹർജി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ജാമ്യ ഹർജി കൊടുത്തതിൻ്റെ അർത്ഥം ജയിലിൽ പോകാൻ താല്പര്യമില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പോലീസ് കോടതിയോട് പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ഈശ്വറിൻ്റെ തൊട്ടു മുമ്പുള്ള പരാമർശങ്ങൾ, അതായത് ഞാൻ ഇനിയും വീഡിയോ ചെയ്യുമെന്നൊക്കെയുള്ള പരാമർശങ്ങൾ, വെല്ലുവിളികളൊക്കെ അറസ്റ്റിലാകുന്ന സമയത്ത് പബ്ലിഷ് ചെയ്ത വീഡിയോ അടക്കം, അതെല്ലാം കോടതിക്ക് രാഹുൽ ഈശ്വറിനോടൊരു അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് കോടതി തന്നെ ഇപ്പോൾ ഇയാളെ തുറന്നു വിട്ടാൽ അത് തെറ്റായ സന്ദേശം നൽകും സമൂഹത്തിന് എന്ന പോലീസിൻ്റെ വാദം അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു.
അതായത് സ്വാഭാവികമായി ജാമ്യം കിട്ടിപ്പോകാമായിരുന്നൊരു കേസ്. അങ്ങനെയാണ് പല നിയമവിദഗ്ധരും പറയുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ എന്താണ്, ഇരയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു പരാതി ആണ്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പുള്ള വിഷയങ്ങളിലൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് കൂടി കൊണ്ടായിരിക്കും രാഹുൽ ഈശ്വർ അതിനെ അങ്ങനെ കണ്ടില്ല, വിക്ടറിയൊക്കെ കാണിച്ച് ഇങ്ങനെ പോവാണ്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ കളി മാറി. പോലീസ് ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പൊക്കെ ചുമത്തിയപ്പോൾ രാഹുൽ ഈശ്വർ അകത്ത് പോകുമെന്ന് മനസ്സിലായി. പക്ഷേ എന്നിട്ടും രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്, ഞാൻ പോരാട്ടം തുടരും, പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാവുകയാണ്, ജയിലിലും നിരാഹാരം തുടരും എന്ന് പറഞ്ഞിട്ട് ഈ വിക്ടറി ചിഹ്നം കാണിച്ചിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ കയറിപ്പോകുന്നത്. പക്ഷേ രാഹുൽ ഈശ്വർ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നു, ഹാബിച്വൽ ഒഫൻഡർ, നിരന്തരമായി കുറ്റകൃത്യം ചെയ്യുന്നയാളാണ് എന്ന് കോടതിയെ പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു. ഇതോടുകൂടി സംഭവിച്ചത് രാഹുൽ ഈശ്വറിന് ഇത്രയും കാലം ജയ് വിളിച്ച് നടന്ന സകലരും ഒറ്റയടിക്ക് മുങ്ങി എന്നുള്ളതാണ്. അതായത് പോലീസ് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടപ്പോൾ, സർക്കാർ നയം എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ പറഞ്ഞ സകല ആളുകളും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ സംസാരങ്ങൾ പൂർണ്ണമായും അവസാനിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇരയെ അപമാനിക്കുന്ന വിധത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി സംസാരിക്കുന്നവരെ സൈബർ ആക്രമണം നടത്തുന്ന വിധത്തിലുണ്ടായിരുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഒറ്റയടിക്ക് നിർത്തിപ്പോകപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ രാഹുൽ ഈശ്വർ അവിടെയും ഞെട്ടിക്കുകയാണ്. അയാൾ വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന സൂചനകൾ നൽകിയിട്ടാണ് പോകുന്നത്. അതായത് ഇരയെ ആക്ഷേപിക്കുമെന്നോ, ഇരയെ അധിക്ഷേപിക്കുമെന്നോ, ഇരയുടെ ഐഡന്റിറ്റി ഇനിയും പുറത്തുവിടുമെന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇനിയും ജയിലിൽ നിന്ന് ഇറങ്ങിയാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ തുടരും. പുരുഷ കമ്മീഷൻ എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയും ഈ വിഷയത്തിൽ ഇടപെടും. ചിലപ്പോൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ഒരു വലിയ നിയന്ത്രണം രാഹുൽ ഈശ്വർ വരുത്തും. കാരണം വീണ്ടും അത് നടത്തിക്കഴിഞ്ഞാൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാകും. എന്തായാലും ജാമ്യം നൽകുമ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം, യുവതിയെ അധിക്ഷേപിക്കുന്ന വിധത്തിലൊന്നും നടത്തരുത്, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഒരു പരാമർശവും നടത്തരുത് എന്നൊക്കെ ജാമ്യ വ്യവസ്ഥയിൽ എഴുതി ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇരയുടെ മെക്കിട്ട് കയറിയാൽ യുവതിയെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്ന, യുവതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇനി യുവതിയെക്കുറിച്ച് ചിലപ്പോൾ രാഹുൽ ഈശ്വർ ഒന്നും പറയാൻ സാധ്യതയുണ്ടാകില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന പിന്തുണ നിയമപരമായി ആ വിഷയത്തിൽ ഇടപെടൽ നടത്തുക ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്നത് കൊണ്ടൊന്നും രാഹുൽ ഈശ്വർ തൻ്റെ സ്വഭാവം മാറ്റുമെന്നോ തൻ്റെ ശൈലി മാറ്റുമെന്നോ ഒന്നും വിശ്വസിക്കാൻ വയ്യ. ഇതിനു മുമ്പ് ജയിലിൽ കിടന്നപ്പോഴും അയാൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോരാട്ടം തുടരും എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. വിക്ടറി ചിഹ്നം കാണിക്കുന്നുണ്ട്. അതായത് ഈ നടപടി കൊണ്ടൊന്നും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, താൻ തൻ്റെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകും. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഇരയെ അധിക്ഷേപിക്കുന്ന വിഷയത്തിൽ തന്നെ കുടുക്കിയതാണ്, താൻ അങ്ങനെ ഇരയെ അധിക്ഷേപിച്ചിട്ടില്ല, ഇരയുടെ അതിജീവിതയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. പോലീസ് തന്നെ കുടുക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. താൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, നിയമപരമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് പോലീസ് നടത്തുന്നത് എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ നിരന്തരമായി പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും രാഹുൽ തളരില്ല എന്ന സൂചന പ്രാഥമികമായി അയാൾക്ക് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് നാളത്തേക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല, തൻ്റെ ഭാഗം ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല, ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടി തന്നെയാണ്. എന്ന് മാത്രമല്ല, ജയിലിൽ പോകില്ല, തിരിച്ചു വരും, നമുക്ക് നോക്കാം, ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ ആ വാചകങ്ങൾ, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിന് വാശി കൂട്ടിയത്. പോലീസിനും സർക്കാരിനും ഒരു അപമാനമായി തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ആ വീഡിയോകൾ, ആ നടപടികൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രതികാരത്തോടുകൂടി, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നീ അനുഭവിച്ചിട്ട് പോയാൽ മതി എന്ന മട്ടിലുള്ള നടപടി രാഹുലിനെതിരെ ഉണ്ടായത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഗെയിൻ, രാഷ്ട്രീയപരമായ നേട്ടമെന്ന് പറയുന്നത് പ്രാഥമികമായി CPM തന്നെയാണ്. CPM സർക്കാരിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവരെയും ഒക്കെ നിരന്തരമായി തിരിച്ച് എതിർത്തിരുന്ന രാഹുൽ ഈശ്വർ ഈ വിധത്തിൽ അഴിക്കുള്ളിലാകുമ്പോൾ കുറേ കാലത്തേക്കെങ്കിലും എതിർ ശബ്ദങ്ങൾ, അതായത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും എതിർ ശബ്ദങ്ങൾ ഉണ്ടാകില്ല എന്ന ആശ്വാസം CPM സർക്കാരിനുമുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. രാഹുൽ ഈശ്വറിനെ അകത്തിട്ടതോടുകൂടി ഭയന്നു പോയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇനി എന്തായാലും പഴയതുപോലെ തീവ്രമായി സർക്കാരിനെതിരെയും ഇരയ്ക്കെതിരെയൊന്നും കടന്നാക്രമണങ്ങളുമായി വരില്ല എന്നുള്ളതും ഇതിൽ കാണാവുന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ്.